ലൂക്കോസ് 18:9. 9-11. തങ്ങൾ നീതിമാന്മാർ എന്നുറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് അവന് രൂപമ പറഞ്ഞത് എന്തെന്നാൽ, 2 മനുഷ്യർ പ്രാർത്ഥിക്കുവാൻ ദൈവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല. തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവർ എല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയും. As we were discussing this passage for a CMF meeting the other day, so I thought I'll share a few points that came to my mind that can help us all to worship together. So this is a passage which shows 2 contrasting prayers, one by a Pharisee and the other by a tax collector. ഇത് കഴിഞ്ഞ ഒരു ചെറിയ മീറ്റിംഗിനകത്ത്, CMF മീറ്റിംഗിനകത്ത് ഷെയർ ചെയ്തപ്പോൾ എന്റെ മനസ്സിൽ വന്ന ഈ ചിന്ത ആരാധനയ്ക്കും അത് പകരാൻ മനസ്സിലാക്കി. അതുകൊണ്ട് 2 വ്യത്യസ്തമുള്ള പ്രാർത്ഥനയെ കുറിച്ച് അവിടെ നമുക്ക് കാണുന്നത്. The Pharisee here is relying totally on his power and his actions to save him, or he's presenting his works before God, so he's going to God in that way. അപ്പൊ ഇവിടെ കാണുന്ന പരീശൻ അവനെ തന്നെ അവന്റെ കാര്യങ്ങളെല്ലാം ദൈവം മുമ്പായിട്ട് സമർപ്പിക്കുകയും അതിനെ ഒരു പ്രൊജക്ട് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണുന്നത്, അവന്റെ രീതിയും അവന്റെ ബാക്കി എല്ലാ കാര്യങ്ങളും. But the tax collector totally relies on God's mercy and his compassion alone when he comes to God. But ഈ മറ്റൊരു ഭാഗത്ത് മറ്റൊരു വ്യക്തി എന്തോ ചെയ്യുന്നു പറഞ്ഞാൽ, അവൻ ദൈവം മുമ്പായിട്ട് ഒന്നും കാണിക്കാനില്ല, അവനെ തന്നെ താഴ്ത്തി ദൈവം മുമ്പായിട്ട് അവൻ നിലവിളിക്കുന്ന ഒരു കാഴ്ചയാണ്. Basically the Pharisees telling in a way that he's more righteous than this tax collector was standing next to him. അപ്പൊ ഈ പരീശന്റെ പ്രാർത്ഥന നമ്മൾ കാണുന്നത് അവൻ മറ്റവരെ എല്ലാവരെയും കാട്ടിലും നീതിമാൻ എന്ന ഒരു കാഴ്ച കാണിക്കാൻ ശ്രമിക്കുന്നു. In verse 11 we see that, God, I thank you that I'm not like the other people, swindlers, unjust, adulterers. He names all these evil things, and then he in verse 12 says certain things that he does good also. He pays tithes, he fasts twice a week. അപ്പൊ അവിടെ പറയുന്ന 11-ാം വാക്യത്തിൽ പറയുന്നത്, ഈ ചുങ്കക്കാരനെ പോലെയോ മറ്റേ മോശമായിട്ടുള്ള ജീവിക്കുന്ന മനുഷ്യരെ പോലെ അല്ല ഞാന് എന്ന്, അവൻ വ്യഭിചാരം ചെയ്യുന്നവരെ പോലെ ഒന്നും അല്ല ഞാനും എന്ന് അവൻ ദൈവവുമായിട്ട് പറയുന്ന കാഴ്ചയാണ് 11-ാം വാക്യത്തിൽ. On the other hand, in verse 13 we read about the tax collector. He recognized that he was a sinner. അവിടെ അതേ സമയത്ത് മറ്റേ ആ വ്യക്തി പറയുന്നത്, ഞാനൊരു പാപിയാണെന്ന് അയാൾ മനസ്സിലാക്കിക്കൊണ്ട് അയാളെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. And he needed the mercy of God. ഈ വ്യക്തിക്ക് കർത്താവിന്റെ കൃപയും കരുണയും ആവശ്യമുണ്ട്. Verse 13 as we read, he stood there and he was continuously beating his breast and praying. ആ വാക്യത്തിൽ നമ്മൾ പിന്നെ കാണുന്നത് അവനെ നെഞ്ചത്തെ അടിച്ച് അവൻ ദൈവമുമ്പായിട്ട് കരയുന്ന കാഴ്ചയാണ്. He was smoting it again and again. That is what the original meaning. അത് ഒറിജിനലി അവിടെ കാണുന്ന മീനിങ് കാണുമ്പോൾ അവൻ വീണ്ടും അവന്റെ നെഞ്ചത്തെ അടിച്ച് അവൻ മാറിലടിച്ച് അവൻ കരയുന്ന കാഴ്ച. In a way, he knew how wicked his heart was. അവൻ അറിയാമെന്ന് അവൻ യഥാർത്ഥമായിട്ട് അവൻ എന്തൊരു ദ്രോഹമുള്ള ഹൃദയമുള്ളവനായി, ദുഷിച്ച ഒരു ഹൃദയമുള്ളവനായിരുന്നു എന്ന് അവൻ മനസ്സിലാകുന്നത്. And he knew that only God could heal his heart. ആൻഡ് ഒരു വ്യക്തി മാത്രം അതിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുന്ന അവനറിയാം, അത് ദൈവം മാത്രമേ അതിന് പരിഹാരം. He prays, oh God, be merciful to me. കർത്താവേ, ദൈവമേ എന്നിൽ കരുണ കാണിക്കണമേ എന്ന് അവൻ കാണുന്നു. In 1 Timothy 1:15 we see a similar statement by Paul. He says, തിമോഥെയോസ് 1:15 ഇതേപോലെ പൗലോസ് അപ്പോസ്തലൻ വേറെ ഒരു കാര്യം ഇതേപോലെ പറയുന്നതാണ്. So this tax collector prayed, oh God, be merciful to me, the sinner, meaning to say he is the foremost of all the sinners. അപ്പോ അവിടെ പറയുമ്പോൾ ഞാൻ പാപിയായ എന്നെ ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ എല്ലാ പാപികളെക്കാട്ടിലും ഞാൻ ഏറ്റവും വലിയ പാപി എന്നുള്ള കൃതി അവിടെ നമുക്ക് കാണും. In 1 Timothy 1:15 Paul says it's a trustworthy statement deserving full acceptance. Christ Jesus came into the world to save sinners, among whom I am foremost of all.
ആരെങ്കിലും 1:15 വായിക്കാമോ? 1:15. ക്രിസ്തയേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. Paul, he's looking into his life and he's acknowledging that he was the foremost of all sinners. We know that from his life. He was a blasphemer who persecuted the church. So he's realizing how wicked he was. And then he's, saying that in this verse. പൗലോസ് അപ്പോസ്തലൻ തന്നെ തന്റെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുമ്പോൾ അവൻ ദൈവവുമായിട്ട് പറഞ്ഞ വാക്കുകൾ നമുക്ക് കാണാം. എത്ര വലിയ പാപിയായിരുന്നു, ദ്രോഹിയായിരുന്നു, അങ്ങനെ ദൈവത്തിന് മുമ്പ് വിരോധം ചെയ്ത് ജീവിച്ച വ്യക്തിയാണെന്നുള്ള കാര്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ തന്നെ തന്റെ ജീവിതത്തെ കുറിച്ച് പറയുന്ന കാഴ്ച നോക്കാം. Yet God's grace was sufficient to save even the worst of the sinner. എങ്കിലും ദൈവത്തിന്റെ കൃപ ഇത്ര വിരോധമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തെ കൂടെ മാറ്റാൻ കഴിവുള്ളതും മതിയായിരുന്നു നമ്മളിവിടെ കാണാൻ സാധിക്കും. When I was looking into my life, I could identify with Paul and this tax collector. We can all look into our lives. How much of a sinner were we? ഞാൻ എന്റെ ജീവിതത്തെ കുറിച്ച് ഞാൻ തിരിച്ചു നോക്കുമ്പോൾ ഇത് തന്നെ എനിക്കും പറയാനുള്ളത്. എന്തൊരു വിരോധിയായിട്ടുള്ള എന്നെ ദൈവം എന്നെ മാറ്റി തീർത്തു. His forgiveness has no limits and his love has no boundaries. ആ കർത്താവിന്റെ കരുണയും കരുതലും ക്ഷമിക്കാനുള്ള സ്വഭാവം അതിലില്ലാത്ത രീതിയിൽ നമ്മളെ കരുതിയും സ്നേഹിക്കും. There are things that I have done so shameful that I can't even tell in public or to my friends and family. പല കാര്യങ്ങളും ഞാൻ ചെയ്തത് തന്നെ എന്റെ വെളിയിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങളും അത്ര മോശമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എന്റെ ഹൃദയത്തിൽ ഞാൻ ചെയ്ത കാര്യങ്ങളും എനിക്ക് തോന്നുന്നു. But God's grace is sufficient even for me. ദൈവത്തിന്റെ കൃപ എന്റെ ജീവിതത്തിലും അത് മതിയായാണ്. Psalms 103 verse 11 and 12, we know that verse. It says, for as high as the heavens are above the earth, so great is his loving kindness towards those who fear him. നമുക്ക് സങ്കീർത്തനം 103 പറയുന്നത് പോലെ തന്നെ എത്ര സ്വർഗം എത്ര ഭൂമിയിൽ എത്ര ഉയർന്നിരിക്കുന്നു അത്ര അധികം അത്ര ഉയർന്ന് ദൈവത്തിന്റെ സ്നേഹവും കരുതലും ഉണ്ടാകും. And as far as the east is from the west, so far he has removed our transgressions from us. കിഴക്കെന്ന് മേற்கு എത്ര ദൂരമുണ്ടോ അത്രയും വലിപ്പത്തിന്റെ ദൂരത്തിലാണ് എന്റെ പാവങ്ങളെ ദൈവം മറച്ചു കഴുകുക. In verse 9, if you look at that word which is used, basically Jesus is telling this parable basically to the Pharisees among the crowd. So in that verse he uses the word, John uses, he spoke thus to these who trusted in themselves in verse 9, that they were righteous and viewed others with contempt. അവിടെ 9ാം വാക്യത്തിൽ കാണുന്നത് and he also told this parable to some people who that they were righteous and viewed others with contempt. അപ്പോൾ അവിടെ കാണുന്നത് ഈ വരുന്ന പരിശേഷന്റെ സ്വഭാവം തന്നെ മറ്റവരെല്ലാം ഒരു തുച്ഛമായിട്ട് നോക്കുന്ന ഒരു സ്വഭാവ വിശേഷതയാണ് ഉണ്ടായത്. Contempt is basically to look at another person as if they do not even exist for them. ഈ തുച്ഛമായിട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ ബാക്കി ഒരാളും അവിടെ ഇല്ല, അവർ തന്നെ ഉള്ളതെന്നുള്ള തോന്നല അവർക്ക് അവരുടെ സ്വഭാവത്തിലെ കാണുന്നു. So the Pharisees saw the other tax collector, the other people as just nobodies, as nothings in this world. അതുകൊണ്ട് നമ്മൾ കാണുന്നത് ഈ പരിസരം മറ്റവരൊന്നും ആരും ഒന്നുമില്ലാത്തവരെ പോലെ അവർ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് അവരുടെ ജീവിത കാഴ്ചപ്പാട്. And we see that same word used in 1 Corinthians chapter 1 verse 27. We read, God has used the foolish to shame the wise. 1 Corinthians 1:27 നമുക്ക് ഇങ്ങനെ ഒരു പരാമർശം കാണാം. അവിടെ കാണുന്നത് ദൈവം ബുദ്ധിമാന്മാരെ ലജ്ജിപ്പിക്കാൻ ബുദ്ധിയില്ലാത്തവരെ എടുത്ത് ഉപയോഗിച്ച് കാണാൻ സാധിക്കും. Nothing is the nobodies God has chosen. ഒന്നുമില്ലാത്തവരെ ദൈവം തിരഞ്ഞെടുത്ത് നമുക്ക് കാണാൻ സാധിക്കും. So when I put my faith in God and I am trusted Him for salvation, I am becoming the precious chosen child of God. ഞാൻ ദൈവത്തെ സ്നേഹിച്ചപ്പോൾ ദൈവത്തെ തിരഞ്ഞെടുത്തപ്പോൾ ഞാൻ ദൈവത്തെ ഞാൻ മകനായി തീർന്നപ്പോൾ ഞാൻ ചെയ്തപ്പോൾ ദൈവം മുമ്പായിട്ട് ഞാൻ വിലയേറിയവനായിട്ട് ദൈവം എന്നെ കരുതി ഏറ്റെടുത്തു. It is all God's doing, and just such a wonderful thing that we can all celebrate today. ഇതെല്ലാം ദൈവം മാത്രമേ ചെയ്തത്. അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ പറ്റും. When he prayed that God be merciful to me, it was more than just a cry for mercy. When you look original meaning of that word merciful,
I was reading, it's the same word that is used in Hebrews 2:17, just to make propitiation. പരിഹാരം, പാപത്തിന്റെ പരിഹാരം. Hebrews 2:17 നമുക്ക് 12:17 കാണുന്നത് കർത്താവേ എന്നിൽ കരുണ കാണിക്കണമേ എന്ന് പറയുമ്പോൾ ഇതേ ആശയം അവിടെ കാണുന്നുണ്ട്. Just to make propitiation. So he was in a way praying to God to make propitiation. എനിക്ക് വേണ്ടി പകരം, എനിക്ക് വേണ്ടി പാപത്തിന്റെ പരിഹാരം ചെയ്യാൻ വേണ്ടി അവിടെ ദൈവത്തോട് അപേക്ഷിക്കുന്ന ഒരു അപേക്ഷ അവിടെ കാണും. It was like a plea that God would provide an atonement for him. ദൈവം എനിക്ക് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ, അതൊരു വീണ്ടെടുപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ദൈവത്തോട് ആഗ്രഹിക്കുന്ന അപേക്ഷിക്കുന്ന ഒരു കാഴ്ച അവിടെ. So the sinner here comes in absolute repentance. He's crying that he acknowledges that he's a sinner, and he's acknowledged that only God could save him. അവിടെ കാണുന്നത് ആ പാപിയായ മനുഷ്യൻ ദൈവത്തോട് അറിയിക്കുകയും ചെയ്തു, കർത്താവേ അങ്ങല്ലാതെ അങ്ങ് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളൊരു അവിടെ ഒരു അപേക്ഷ അവിടെ കാണിക്കുന്നു ചെയ്യുന്നു. And verse 14, the Lord says, this sinner went to his home justified. നമ്മളിവിടെ വായിക്കുന്നത് നമ്മുടെ അവൻ ദൈവം മുമ്പായിട്ട് നീതീകരിക്കപ്പെട്ടവനായിട്ട് മടങ്ങിപ്പോകുന്നവരാണ്. So he just came to God humbly, with humility, acknowledging he's a sinner, and the Lord justifies this sinner rather than the Pharisee. അവൻ ദൈവം മുമ്പാൽ വരുമ്പോൾ വളരെ താഴ്മയോടെ അവനൊന്നുമില്ലാന്ന് പറഞ്ഞു വന്ന വ്യക്തി അവൻ ദൈവത്തിൽ മടങ്ങിപ്പോകുമ്പോൾ നീതീകരിക്കപ്പെട്ടവനായിട്ട് മടങ്ങിപ്പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. So God approves this sinner, and he is becoming acceptable to God. ഈ പാവി, ഇങ്ങനത്തെ ഒരു പാവിയ കർത്താവ് അംഗീകരിക്കുകയും ദൈവവുമായിട്ട് ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിച്ചവനായിട്ട് മടങ്ങി. In Isaiah 53 verse 11 it says, my servant, the righteous one, Messiah, it talks about the Messiah, the Lord Jesus Christ will justify the many. യെശയ്യാവിന്റെ 53:11 എന്റെ ദാസൻ പലരെയും നീതീകരിക്കുന്നു. He will bear their iniquities. അവരുടെ പാപങ്ങളും അവരുടെ എല്ലാം അവൻ ചുമക്കും എന്ന് അവിടെ വായിക്കുന്നു. In Psalms 51 it says, blessed is the one to whom the Lord does not impute iniquity. സങ്കീർത്തനം 61 പറയുന്നത് ദൈവം പാപം ഏൽപ്പിക്കാത്തവൻ കണക്കിടാത്തവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. So in this story, the tax collector becomes the blessed one, and when we look into our lives, we have all become blessed ones. നമ്മൾ വായിച്ച ഭാഗത്തിൽ ഈ ചുങ്കക്കാരൻ അവൻ നീതീകരിക്കപ്പെടാതെ പോകുന്ന ഒരു കാഴ്ച, ചുങ്കക്കാരൻ നീതീകരിക്കപ്പെടാവുന്ന കാഴ്ച. So this is what God has done for us. This is what Jesus has done for us. He gave us his righteousness because we could not attain it on our own. How much ever works we do, how much ever we say like the Pharisee, we have not done all these evil, we have done so many good, it couldn't save us. Only Jesus could save us. നമ്മൾ എത്രയെല്ലാം ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാ നന്മകളും നമ്മുടെ പ്രവർത്തനങ്ങളും ഒന്നും നമ്മളെ രക്ഷിക്കാൻ സാധിക്കത്തില്ലായിരുന്നു. യേശു കർത്താവ് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ. I was reading this line from a commentator. Ours is a story of divine accomplishment and not of human achievement. ഞാൻ ഒരു കഥ ഇങ്ങനെ വായിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഒരു കഥ എങ്ങനെയാണ്? Story of divine accomplishment and not of human achievement. ദൈവം, സ്വർഗത്തിലെ ദൈവം ചെയ്ത ഒരു വലിയ പ്രവർത്തനമല്ലാതെ നമ്മുടെ ഒന്ന് സ്വന്തം കഴിവുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു പ്രവർത്തനമല്ല. We are here today to thank this wonderful God, our Savior. അതുകൊണ്ട് ഇന്ന് നമ്മളിവിടെ ആയിരിക്കുമ്പോൾ ഈ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാനും സ്തുതിക്കാനുമാണല്ലോ, നന്ദി പറയാനാണല്ലോ അവിടെ കൂടിയിരിക്കുന്നത്. Shall we look into our lives? Once we were hopeless, we were helpless, but God has given us so much of meaning and hope into our lives. നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ തന്നെ തിരിഞ്ഞു നോക്കാൻ പറ്റും. ഒരു പ്രത്യാശയില്ലാതെ ഒരു രീതിയിലും ഗുണമില്ലാത്തൊരു ജീവിതങ്ങളായിരുന്നു ജീവിതം. ദൈവം അത് മാറ്റിയെടുത്തു. I was the sinner of sinners, but Jesus saved me. ഞാനൊരു പാവികളുടെ പാവിയായിരുന്നു. ഞാൻ ആ പാവിയെ ദൈവം മാറ്റി. Finally, coming back to 1 Timothy 1, and we'll just to verse 17. Paul, after he acknowledges that he is the foremost of all the sinners, then he gives worship and adoration to God. In verse 17, 1 Timothy 1:17. Now to the King, eternal, immortal, invisible, the only God, be honor and glory forever and ever. Amen. നിത്യരാജാവും
ക്ഷീണമായി ആരെയും വായിക്കാമോ? 1:17. നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും ആമേൻ. God's name be glorified. ദൈവ നാമം തന്നെ